എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ട്രൂ ആൻഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് കൊടുത്തിട്ടുള്ളത്. 71/24 ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും അതിന്റെ ആൻസർ നിങ്ങളുടെ മൈൻഡിലേക്ക് പോരട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് കേട്ടോ. സംതിങ് ഹാപ്പൻഡ് അറ്റ് ദി കോളേജ്. എന്തായിരിക്കും നമ്മൾ ഇവിടെ ഏത് ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും യൂസ് ചെയ്യുക? എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ടൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ പറഞ്ഞോളൂ. ഹാപ്പൻഡ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയുക? ഡിഡ് ചേർത്തിട്ടാണ് പറയുക അല്ലേ. റാണിന് നമ്മൾ എങ്ങനെ കൊടുക്കും? ഡിഡ് റൺ എന്ന് കൊടുക്കും. അതേപോലെ തന്നെ ഹാപ്പൻഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്, ഡിഡ് ചേർത്തിട്ട് പറയണം. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം അല്ലേ. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ഡിഡ് ചേർത്തുള്ളത് ഏതാണ്? ഡിഡിൻറ്റ് ഇറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇങ്ങനെ തിങ് എന്നൊക്കെ പറഞ്ഞു വരില്ലേ, സംതിങ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇറ്റ് വേണം പറയാനായിട്ട് കേട്ടോ. അപ്പൊ ഡിഡിൻറ്റ് ഇറ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുട്ട് ഇൻ ദി കറക്റ്റ് പ്രപ്പോസിഷൻ. ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് 8:15 AM. കറക്റ്റ് 8:15 AM പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് അറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, അറ്റ് 8:15 AM. ഇനി 8:15 AM അല്ലെങ്കിൽ 8:15 മുമ്പാണ് എത്തണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇന്ന് യൂസ് ചെയ്യുക. ഓക്കെ, കറക്റ്റ് 8:15 AM ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അറ്റ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ചൂസ് ദി കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗിവൺ ആസ് ഓപ്ഷൻസ്. ദ പ്രിൻസിപ്പൽ ഡാഷ് ടു സ്പീക്ക് ടു യു. എന്തായിരിക്കും വരിക? പ്രിൻസിപ്പൽ സിംഗുലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പറയണം? സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. വോൺസ് ടു സ്പീക്ക് ടു യു അല്ലേ. അപ്പൊ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ കൂട്ടിന് ഒരു എസും കൂടെ ചേർക്കും എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ പ്രിൻസിപ്പൽ വോൺസ് ടു സ്പീക്ക് ടു യു. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്ത ചോദ്യം നോക്കാം. ടേൺ ദി ഗിവൺ സെന്റൻസ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ്. ഇതിനെ പാസീവിലേക്ക് ആക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ചോദ്യം നോക്കിയേ. സ്പെസിഫൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൻസേഴ്സ് റൈറ്റ്. മേരി ഓപ്പൺ ദി ഡോർ. ഇവിടെ ഈ മേരി ഓപ്പൺ ദി ഡോറിന്റെ പാസീവ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? എന്തൊക്കെ കാര്യങ്ങൾ വരണം നമ്മുടെ മൈൻഡിലേക്ക്? ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്റ്റീവിലേക്ക് ആക്കുമ്പോഴും ടെൻസ് മാറാൻ പാടില്ല അല്ലേ. അപ്പൊ ഇവിടെ ഇ കാണുമ്പോൾ നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മുടെ ആൻസറിൽ എന്തുണ്ടാവും? വേഗം പറഞ്ഞോളൂ. എന്തുണ്ടാവും? വാസ് അല്ലെങ്കിൽ വേർ ഉണ്ടാവും അല്ലെ. അപ്പൊ ദേ ഇവിടെ വാസ് അല്ലെങ്കിൽ വേറുള്ള 2 ഓപ്ഷൻസ് ഉണ്ട്. ബാക്കി 2 ഓപ്ഷൻസിനെ ഞാൻ എടുത്ത് മാറ്റി. ഇനി ഇവിടുത്തെ ഒബ്ജക്റ്റ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട് വരേണ്ടത്. ശരിയല്ലേ? അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? നമ്മുടെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി ആണ്. ദ ഡോർ വാസ് ഓപ്പൺ ബൈ മേരി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദി ഇന്റൻഡഡ് ഐഡിയ ഇൻ ദി ഫോളോയിങ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ്. വാട്ട് എ സൂപ്പർ ഷോ. ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ. കാരണം ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? എക്സ്ക്ലമേറ്ററി മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. യെസ്, സോ എന്താണ് വരിക? ഇതിന്റെ ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി ഇൻട്രോഗേറ്റീവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇംപറേറ്റീവ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതൊരു വെർബ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഒരു റിക്വസ്റ്റ്, കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ ഒക്കെ ചെയ്യുന്ന സെന്റൻസുകളെയാണ് നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയുക. ഓക്കെ, സബ്ജക്റ്റ് വെർബ് ഫോമിൽ വരുമ്പോഴാണ് നമ്മൾ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് എന്നൊക്കെ പറയുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഹി ഡിഡന്റ് ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. എല്ലാവരും ആൻസർ ചെയ്തോളൂ. എന്തായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക? കമന്റ്സ് പോരട്ടെ കേട്ടോ. ഹി ഡിഡന്റ് ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. ഏതെങ്കിലും ഒരു ജോലിയെ കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത്? അല്ല അല്ലെ. സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേക്കാണോ? അവൻ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ജോലി. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമ്മൾ അവിടെ പിന്നെ എന്താ യൂസ് ചെയ്യേണ്ടത്? ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദ യൂസ് ചെയ്യണം. ശരിയല്ലേ? സോ ഹി ഡിഡന്റ് ഗെറ്റ് ദ ജോബ് ഹി അപ്ലൈഡ് ഫോർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കിട്ടിയോ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. മിഷേൽ ഇസ് ഡാഷ് ദാൻ നട്ടാഷ. വേഗം പറഞ്ഞോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ PSCയിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, പണ്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദാൻ വരുമ്പോൾ അവിടെ നമ്മൾ ഏതാ യൂസ് ചെയ്യുക? വേഗം പറഞ്ഞോളൂ. ഓൾഡർ ദാൻ അല്ലേ. ഓൾഡർ ദാൻ എന്ന് വേണം പറയാനായിട്ട്. എൽഡർ ടു എന്ന് പറയണം. എൽഡർ ടൂവും ഓൾഡർ ദാനും ആണ്. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. മിഷേൽ ഇസ് ഓൾഡർ ദാൻ നട്ടാഷ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു.
ആൻസർ പറഞ്ഞോളൂ. ഐ ലുക്ക് ഫോർവേഡ് ടു എന്ന് വേണം പറയാനായിട്ട്. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ഓക്കെ, പ്രപ്പോസിഷന് ശേഷം നമ്മൾ സാധാരണ ING ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യുക അല്ലേ. അപ്പൊ ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു ആണ് നമ്മുടെ ആൻസർ. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ലുക്ക് ഫോർവേഡ് ടു. ഓക്കെ, ലുക്ക് ഫോർവേഡ് ടു, ടുവിന് ശേഷം ING ഫോം. ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. അടുത്ത ചോദ്യം നോക്കാം. റിപ്പോർട്ട് ദി സെന്റൻസ് ജോഷുവ സെഡ് ടു മം ഐ ഹാവ് ബീൻ ഹിയർ. ഓക്കെ, ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കണം, അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കണം. അപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം ഈ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ട ആളാരാ? ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ നോക്കണം അല്ലേ. ഈ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ഡബിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ള ഭാഗത്തിന്റെ ടെൻസ് നമ്മൾ മാറ്റണം. ശരിയല്ലേ? അപ്പൊ സെഡ് ടു എന്നുള്ളത് ടോൾഡ് ആയി, എല്ലാ കേസിലും ടോൾഡ് ആയി. ഓക്കെ, പിന്നെ ഹാവ് ബീൻ എന്ന് പറയുമ്പോൾ ഹാവിന് ശേഷം V3 ഫോം, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ. അപ്പൊ അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കി മാറ്റണം. അപ്പൊ വേഗം പറഞ്ഞോളൂ. ഹാഡ് ബീൻ എന്നാണ് വരിക. ഹാവ് ബീനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കുമ്പോൾ ഹാഡ് ബീൻ വരും. അതിൽ നിന്ന് തന്നെ ഞാൻ ഓപ്ഷൻ ബീനെ എടുത്ത് മാറ്റി, അവിടെ ഹാസ് ബീൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഹിയർ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിയറിനെ നമ്മൾ എന്താക്കി മാറ്റണം? ദേർ ആക്കി മാറ്റണം അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ദേർ, ഇവിടെയും ദേർ, ഇവിടെ ഹിയർ ആണ്. അതിനെ ഞാൻ എടുത്ത് മാറ്റി. ഓക്കെ, ഇനിയുള്ള നമ്മുടെ രണ്ട് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത് ജോഷുവ ടോൾ മം ദാറ്റ് ഐ ഹാഡ് ബീൻ ദർ എന്നാണോ വരണ്ടേ, അല്ലെങ്കിൽ ജോഷുവയുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഐ എന്നാണോ വരിക? അല്ല അല്ലെ, എന്ത് വരണം? ഹി എന്ന് വേണം വരാനായിട്ട്. സോ നമ്മുടെ ആൻസർ എന്താ? നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി. ജോഷുവ ടോൾ മം ദാറ്റ് ഹി ഹാഡ് ബീൻ ദർ എന്ന് വേണം നമ്മുടെ ആൻസർ ആയിട്ട് വരാൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദി ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ എ മോൾ യെസ്റ്റർഡേ ബട്ട് ഹി ഡിഡ്ന്റ് ഡാഷ്. ഓക്കെ, അപ്പൊ ടോണീനെ ഇന്നലെ ഞാനൊരു മോളിൽ വെച്ച് കാണാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ, പക്ഷെ അവൻ വന്നില്ല. അപ്പൊ അവിടെ എറൈവ് എന്നുള്ള മീനിങ് വരുന്ന ഫ്രേസൽ വെർബാണ് ടേൺ അപ്പ്. ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എത്തുക, എറൈവ് ചെയ്യുക. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ്. ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ എ മോൾ യെസ്റ്റർഡേ ബട്ട് ഹി ഡിഡ്ന്റ് ടേൺ അപ്പ് എന്ന് വേണം വരാനായിട്ട് കേട്ടോ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഫൈൻഡ് ദി സിനോണിം ഓഫ് ദി വേർഡ് ആമിക്കബിൾ. ആമിക്കബിളിന്റെ സിനോണിം ആണ് ചോദ്യം. ആമിക്കബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെ, വളരെ ഫ്രണ്ട്ലി പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ. ഓക്കെ, ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. അടുത്ത നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഇസ് ഓപ്പോസിറ്റ് ടു ദി വേർഡ് കോഷ്യസ്. ആന്റണിം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്, ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. കോഷ്യസിന്റെ ആന്റണിം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. വേഗം പറഞ്ഞോളൂ. ആൻസർ കോഷ്യസ് അല്ലാണ്ട്, അതായത് വളരെ കെയർലെസ് ആയിട്ട് എന്നുള്ള രീതിയിൽ വരുന്നൊരു വേർഡ് ഉണ്ടല്ലോ, ഒരു ലെസ് ചേർത്തിട്ടുള്ള ഒരു വേർഡ് തന്നെ. വേഗം പറഞ്ഞോളൂ. ആൻസർ എന്താണ്? റെക്ലെസ് അല്ലെ. റെക്ലെസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് കറക്റ്റ്ലി സ്പെൽഡ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടൊരു ചോദ്യമാണ് അല്ലെ. കാറ്റസ്ട്രോഫി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിന്റെ സ്പെല്ലിംഗ് എന്താ വരിക? നോക്കിയിട്ട് പറഞ്ഞു തന്നെ, വേഗം പറ. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് അല്ലെ. കാറ്റസ്ട്രോഫെ. കാറ്റസ്ട്രോഫെ എന്ന് പറഞ്ഞാൽ മഹാവിപത്താണ്, വലിയൊരു ആപത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? കാറ്റസ്ട്രോഫെ എന്ന് പറയാ. ഓക്കെ, അപ്പൊ F ഒന്നും അല്ല കേട്ടോ. CATASTROPHE ആണ് കാറ്റസ്ട്രോഫെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി. പൈസ ഇല്ലാത്ത ഒരാളെ നമ്മൾ എന്താ പറയുക? അല്ലെങ്കിൽ വളരെ നമ്മൾ മലയാളത്തിലൊക്കെ പറയുന്ന ഒരു വാക്ക് തന്നെയാണ് അല്ലേ. പൈസ ഒന്നുമില്ല, ആകെ പാപ്പരായി എന്നൊക്കെ പറയില്ല, അതേപോലെ തന്നെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി ബി നോക്കി. എജൈൽ എന്ന് പറഞ്ഞാൽ എന്താ? എജൈൽ എന്ന് പറഞ്ഞാൽ വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എജൈൽ, അതേപോലെ തന്നെ നിമ്പിൾ എന്നൊക്കെ പറയാം. ഓക്കെ, വളരെ ക്വിക്ക് ആണ് കേട്ടോ. എജൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം, ജയിൽ എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. ഈ ജയിൽ ചാടി, വളരെ ക്വിക്കായിട്ടൊക്കെ ജയിൽ ചാടി എന്നുള്ള രീതിയിൽ വെറുതെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ പഴകിയതായിട്ടുള്ള, നമ്മൾ മെയിനായിട്ട് ഈ ഫുഡ് ഐറ്റംസിനൊക്കെയാണ് സ്റ്റെയിൽ എന്ന് പറയാം. ഓക്കെ, പാസർ ബൈ എന്ന് പറഞ്ഞാൽ പാസ് ചെയ്ത് പോകുന്ന ഒരാളെ അല്ലെ, അയാളെയാണ് നമ്മൾ പാസർ ബൈ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ദി ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദി കോർണർ. റൗണ്ട് ദി കോർണർ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ആ ഒരു വളവിൽ അല്ലെങ്കിൽ ആ ഒരു കോർണറിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ള, വെരി നിയർ ആണ് അല്ലെ. അപ്പൊ റൗണ്ട് ദി കോർണർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോർണറിൽ എന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വയ്ക്കാം, തൊട്ടടുത്ത്. അപ്പൊ വെരി നിയർ ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ചോദ്യം. ചൂസ് ദി കോമ്പൗണ്ട് വേർഡ് ഫ്രം ദി വേർഡ്സ് ഗിവൺ ബിലോ. നമുക്കിവിടെ 4 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കോമ്പൗണ്ട് വേർഡ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വേർഡ്സ് കൂടി ജോയിൻ ചെയ്ത് വരുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. അതിന്റെ മീനിങ്ങിലും വ്യത്യാസം ഉണ്ടാവും അല്ലെ, രണ്ട് വാക്കിന്റെ മീനിങ് ആയിരിക്കില്ല ചിലപ്പോൾ കോമ്പൗണ്ട് വേർഡിന്റെ മീനിങ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ ഏതായിരിക്കും നമ്മുടെ കോമ്പൗണ്ട് വേർഡ് ആയിട്ട് വരുന്നത്. നമ്മുടെ ആൻസർ ഇറ്റ് ഓപ്ഷൻ ബി അല്ലേ, ഹോൾ വേ. ഹോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, വേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്. ഈ രണ്ട് വാക്കുകൾ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഹോൾ വേ എന്ന് പറഞ്ഞുള്ള ഒരു പുതിയ വേർഡ് നമ്മൾ ഇവിടെ ഫോം ചെയ്തേക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഇസ് ദി ഫീമെയിൽ ടൈഗർ കോൾഡ്? ഫെമിനൈൻ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. മാസ്കുലൈൻ ഫെമിനൈൻ എന്ന് പറഞ്ഞ ടോപ്പിക് നമുക്കുണ്ട് അല്ലേ, അതിൽ തന്നെ വേഗം പറഞ്ഞോളൂ. ഫീമെയിൽ ടൈഗറിനെ നമ്മൾ എന്താ പറയാ? ആൻസർ ഇട്ട് ടൈഗ്രസ് ആണ്, ടൈഗ്രസ് ആണ്. രാമിന്റെ ആണ് നമ്മൾ യു പറയുക, അത് നമ്മുടെ ഓപ്ഷൻ ബിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A prefix is letters that come at the dash of a word. ഒരു വേർഡിന്റെ എവിടെയായിട്ട് വരുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുക. പ്രീ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയായിരിക്കുമല്ലോ എവിടെയായിരിക്കും. നമ്മൾ പറഞ്ഞ പോലെ തുടക്കത്തിലായിരിക്കും അല്ലെ. പ്രീ എന്ന് പറയുമ്പോൾ തുടക്കം, ബിഗിനിങ് ആണല്ലോ. സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ആൻഡ് ദി ഫൈനൽ ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ ദി ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. എന്തായിരിക്കും വരിക? വേഗം ആൻസർ പറഞ്ഞോളൂ. എല്ലാവരും നല്ല ആക്റ്റീവായിട്ടൊന്ന് കമന്റ് ചെയ്തേ. റിസർച്ച് വർക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ സിംഗുലർ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ഏതാ പറയുക? യെസ്, സിനോപ്സിസ് അല്ലെ. സിനോപ്സിസ് എന്ന് പറയുന്ന സിംഗുലർ ഫോമും അതിന്റെ പ്ലൂറൽ ആയിട്ട് നമുക്ക് സിനോപ്സിസ് എന്നും പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ വർക്ക്, യുവർ റിസർച്ച് വർക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സിംഗുലർ ഫോം ആയിട്ടുള്ള സിനോപ്സിസ് ആണ് നമ്മൾ ആൻസർ ആയിട്ട് പറയാം കേട്ടോ. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ 20 ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു? നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും ഓരോ ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി കൊണ്ടുവരിക. ആ ഒരു ടോപ്പിക്ക് ഒന്നും കൂടി എടുത്ത് പഠിച്ച് നന്നായിട്ട് കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട്സ് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും കൂടി മറക്കണ്ട. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ. ബൈ.